വിനീത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സൈക്കിൾ മുതൽ വിനീത് അഭിനയ രംഗത്തുണ്ട്. പക്ഷേ തുറന്നു പറയുകയാണെങ്കിൽ വിനീത് ആ സമയത്തൊന്നും വിനീതിന് ആ അഭിനയത്തിൻ്റെ സൂത്രം കിട്ടിയിട്ടില്ല. വിനീതിന് ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ സിനിമകളിലും അവൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരികയാണ്. എന്താ പറയുക, ഓരോ സിനിമകളിലും ആയിക്കോട്ടെ, അതിനുശേഷം വന്ന ഓരോ സിനിമകളിലും അവൻ ഇമ്പ്രൂവ് ചെയ്ത് കുഞ്ഞിരാമൻ എത്തി, അതിൽ ഇമ്പ്രൂവ് ചെയ്തു. ഇങ്ങനെ ഓരോ സിനിമകളിലും ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന ഇവോൾവിങ് ആക്ടറാണ് വിനീത്. സത്യം പറഞ്ഞാൽ ധ്യാന് വിചാരിച്ചു കഴിഞ്ഞാൽ, ധ്യാനം വിചാരിക്കാത്തതാണ് ധ്യാൻ്റെ പ്രശ്നം. ധ്യാനം വിചാരിച്ചു കഴിഞ്ഞാൽ എണ്ണം പറഞ്ഞ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും. അവൻ്റെ മൈൻഡിൽ തന്നെ കുറേ സിനിമകളുണ്ട്. കഴിഞ്ഞ കുറച്ച് മുമ്പേ അവനൊരു എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ആ സിനിമ ഒരു ബ്രില്യൻ സിനിമയായിരിക്കും. അതൊരു ചിലപ്പോൾ അതായിരിക്കാം ഫസ്റ്റ്, അല്ലെങ്കിൽ തിര 2 ആയിരിക്കാം. പക്ഷേ മിക്കവാറും അത് നടക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം അത് ഏകദേശം സ്ക്രിപ്റ്റൊക്കെ അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ടു എൻഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇപ്പം നമ്മുടേതെന്ന് പറയാനായിട്ട് പറ്റില്ല അല്ലേ സ്ക്രിപ്റ്റ്? ഇതിപ്പം ഒരു വളരെ ഏജ് ഓൾഡ് മെത്തേഡ് എന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു, ഒരു ഇത് ചെയ്യുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളെ മെയിൽ ഐ ഡിയിൽ തന്നെ ആദ്യം അത് അയക്കുക, അത് റീഡ് ചെയ്യാതിരിക്കുക. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് അതൊരു വളരെ ഓൾഡ് മെത്തേഡാണ്. നമ്മളൊരു സ്ക്രിപ്റ്റ് പ്രിൻ്റ് ചെയ്തിട്ട് നമ്മളൊരു നമ്മളെ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ മെയിൽ അയച്ചിട്ട് നമ്മളെ തന്നെ മെയിൽ വീട്ടിലെ അഡ്രസ്സിലേക്ക് അയക്കുക. അത് അതേ കവറിൽ പൊട്ടിക്കാതെ വെക്കുക. അപ്പം അത് എന്താ പറയുക, നമ്മുടെ ഒരു ഫസ്റ്റ് കോപ്പി എന്നുള്ള രീതിയിൽ വെക്കാം. പിന്നെ ഇന്ത്യൻ കോപ്പിറൈറ്റ് പ്രകാരമുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്ക് നമ്മൾ 500 രൂപ അടച്ചുകൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് രജിസ്റ്റർ ചെയ്യാം. അവരൊരു 2 മാസം എടുക്കും. ഇപ്പോൾ ഈ സിനിമയുടെ പ്രോസസ്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഷൂട്ടിംഗ് ടൈമിൽ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അപ്പുറത്ത് വേറൊരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് രജിസ്റ്റർ ചെയ്തു, നമ്മൾ രജിസ്റ്റർ ചെയ്ത ടൈമിൽ തന്നെ അതേ സിനിമ അതേ കഥ ഇപ്പുറത്ത് വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഇപ്പുറത്ത് ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും? ഇല്ല, ഇപ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കാരണം ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പരിപാടി ഇവിടെ ഇല്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. അതായത് നമ്മളൊരു സിനിമ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിവിടെ കേരളത്തിൽ മാത്രമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ സിസ്റ്റം ഒന്നുമില്ല. ഒന്ന്, നമ്മളെ നാഷണൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അത് ഏത് പ്രോഡക്റ്റും രജിസ്റ്റർ ചെയ്യാം, സിനിമ മാത്രമല്ല, എന്തും. ഒരു ക്ലോത്ത് ഡിസൈൻ ആയിക്കോട്ടെ, എന്തും കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം ചെയ്യാം. അത് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ അത് സ്ക്രിപ്റ്റിന് മാത്രമുള്ള ഒരു സംഗതിയൊന്നുമില്ല. പിന്നെ ബോംബെയിൽ ഒരു അസോസിയേഷൻ ഉണ്ട്. പക്ഷേ ആ അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോർട്ടിൽ പെർമിസിബിൾ ആകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോപ്പിറൈറ്റ് ആക്ട് പെർമിസിബിളാണ്, അഡ്മിറ്റബിളാണ് അത് കോർട്ടിൽ. പക്ഷേ അങ്ങനെ ആരും ചെയ്യുന്നില്ല. അതായത് അമേരിക്കയിലൊക്കെ സിസ്റ്റം എന്ന് വെച്ചാൽ അവരുടെ ഗിൽഡ്, അവിടെ റൈറ്റേഴ്സ് ഗിൽഡ് ഉണ്ട്. അവർ ഒരു സ്ക്രിപ്റ്റ് രജിസ്റ്റർ ചെയ്യാണ്ട് ആ സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകില്ല. ആ സ്ക്രിപ്റ്റ് രജിസ്റ്റർ ചെയ്ത സ്ക്രിപ്റ്റുകളാണ് ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ പോവുക. അതിൽ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൻ്റെ റൈറ്റ്സും ഇതെല്ലാം പോകും. ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല, ഇവിടെ അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ സിസ്റ്റം ഇല്ല. അപ്പം കുറേ ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. ചില പറ്റിക്കപ്പെടുന്നതിനെ ആ പരിപാടി യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതെൻ്റെ സ്ക്രിപ്റ്റാണ്, ഒന്നും ഒരു ബന്ധം ഉണ്ടാവില്ല, ഇതെൻ്റെ സ്ക്രിപ്റ്റ്, അങ്ങനെയൊക്കെ പറയുന്ന ടീമുണ്ട്. അപ്പോൾ ബേസിക്കലി ദിസ് ഡിമാൻഡ്സ് ഒരു പ്രോപ്പർ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ ആൾ പറ്റിക്കപ്പെടാതിരിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കേരള ബേസ് ചെയ്തിട്ടോ ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് രജിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ടായാലും നല്ലതായിരിക്കും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അത് കോർട്ടിനും അഡ്മിസിബിൾ ആയിരിക്കണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. ബേസിക്കലി ബോംബെയിൽ ഏതൊരു ഓർഗനൈസേഷൻ ഉണ്ട്, പക്ഷേ അത് കോർട്ടിൽ ഇതാവണമെന്ന് എനിക്കറിയില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് കോപ്പിറൈറ്റ് ആക്ട് ഉണ്ട്. പക്ഷേ അത് ഏത് പ്രോഡക്റ്റിനെയും പോലെ, അതിപ്പോൾ നിങ്ങളൊരു ഡിസൈൻ ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെയുള്ള ഒരു പരിപാടിയുള്ളൂ. അപ്പം ഇതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് എനിക്കങ്ങനെ ആലോചിക്കാം. കാരണം അത് ഈ ലോകത്തുള്ള കഥ തന്നെയാണ്. എനിക്കങ്ങനെ ആലോചിക്കാം. ചിലപ്പോൾ അത് മോശമായിരിക്കില്ല, ഞാൻ വേറെ ആലോചിച്ചതായിരിക്കും. നിങ്ങൾക്കത് മോശമായി തോന്നും, കാരണം നിങ്ങളെ സബ്ജക്റ്റാണത്. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇവിടെ കിടപ്പുണ്ട്. ഇത് ഒരു പ്രോപ്പർ ചർച്ചയിലൂടെ
എങ്ങനെയാണ് ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു പ്രോപ്പർ ചർച്ചയിലുള്ളൊരു സിസ്റ്റം ഉണ്ടായാൽ മാത്രമേ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇപ്പം നമ്മുടേതെന്ന് പറയാനായിട്ട് പറ്റില്ല അല്ലേ സ്ക്രിപ്റ്റ്? ഇതിപ്പം ഒരു വളരെ ഏജ് ഓൾഡ് മെത്തേഡ് എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു, ഒരു ഇത് ചെയ്യുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളെ മെയിൽ ഐ ഡിയിൽ തന്നെ ആദ്യം അത് അയക്കുക, അത് റീഡ് ചെയ്യാതിരിക്കുക. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് അതൊരു വളരെ ഓൾഡ് മെത്തേഡാണ്. നമ്മൾ ഒരു സ്ക്രിപ്റ്റ് പ്രിൻ്റ് ചെയ്തിട്ട് നമ്മളൊരു നമ്മളെ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ മെയിൽ അയച്ചിട്ട് നമ്മളെ തന്നെ മെയിൽ വീട്ടിലെ അഡ്രസ്സിലേക്ക് അയക്കുക. അത് അതേ കവറിൽ പൊട്ടിക്കാതെ വെക്കുക. അപ്പം അത് എന്താ പറയുക, നമ്മുടെ ഒരു ഫസ്റ്റ് കോപ്പി എന്നുള്ള രീതിയിൽ വെക്കാം. പിന്നെ ഇന്ത്യൻ കോപ്പിറൈറ്റ് പ്രകാരമുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്ക് നമ്മൾ 500 രൂപ അടച്ചുകൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് രജിസ്റ്റർ ചെയ്യാം. അവരൊരു 2 മാസം എടുക്കും. 2 മാസം എടുത്തിട്ട് അവരിത് മൊത്തം നോക്കി നമുക്കൊരു ഇത് തരും. അത് പ്രോപ്പറാണ്, അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമുക്കങ്ങനെ ബേസിക്കലി ഒന്നുമില്ല. പക്ഷെ അത് വരേണ്ട സമയം ഇതിൽ 2 വേർഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ചിലർ പറയും അത് എൻ്റെ കഥയാണെന്ന് പറയും. അങ്ങനെ തോന്നും അവർക്ക്. കാരണം ഒരു വ്യക്തി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതായിരിക്കാം കഥ. ചിലപ്പോൾ അയാൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. മറ്റേ വ്യക്തി അത് അറിയുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഇതിൻ്റെ വേറെ വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ കഥ പറയാൻ വിളിക്കും, അതിൽ നിന്ന് നല്ലതെല്ലാം ചുരണ്ടിയെടുക്കും, എന്നിട്ട് വേറൊരു കഥ ഉണ്ടാകും. അപ്പോൾ ഇത് പല വേർഷൻസ് ഉണ്ട് ഇതിൻ്റെ, തട്ടിപ്പിൻ്റെയും തട്ടിപ്പല്ലാത്തതിൻ്റെയും. ഒരു പ്രോപ്പർ സിസ്റ്റം വന്നാലേ ശരിയാവുള്ളൂ. തൽക്കാലത്തേക്ക് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോപ്പിറൈറ്റ് ആക്ട് പ്രകാരമുള്ള ഒരു പരിപാടിയുണ്ട്, അത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഗോദ സിനിമയുടെ ടൈമിൽ ബേസിലും പലപ്പോഴായിട്ട് പറയുന്നായിരുന്നു, ഗോദ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ദെങ്കൽ മൂവി ഇറങ്ങി. അപ്പം അതിലും ഈ പറഞ്ഞ പോലെയുള്ള ഈ സിമിലറാണെന്ന് തന്നെ പറയണം. പക്ഷെ 2 ലാംഗ്വേജ് ഏകദേശം കുറച്ച് മാസങ്ങളുടെ ഡിഫറൻസിലാണ് ഇറങ്ങിയത്. ആ സമയത്ത് വന്നിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനും നിങ്ങൾക്കുണ്ടായ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടല്ലോ. അത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു പ്രീ പ്രൊഡക്ഷൻ സമയത്താണ് ആരോ പറയുന്നത് ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്. അത് ഗീത ഫോഗാട്ട് എന്ന് പറയുന്ന അവർ ഫോഗാട്ട് സിസ്റ്റേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ടാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പം ഞങ്ങളങ്ങനെ ബേസിക്കലി സ്റ്റോറി ഒന്നും സിമിലറേ ആയിരുന്നില്ല ഒട്ടും. ബേസിക്കലി നമ്മൾ തമ്മിൽ ഡങ്കലും നമ്മൾ ഗോദയും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ഗുസ്തി റെസ്ലിംഗ് ബേസ്ഡ് ആണെന്നുള്ളത്. കാരണം അത് ഒറിജിനൽ സ്റ്റോറി ആയിരുന്നു. ഫോഗാട്ട് എന്ന് പറയുന്ന ഒരു ഫാദർ അയാളുടെ 2 മക്കളെ ചാമ്പ്യന്മാരായി ശിക്ഷണം ചെയ്തെടുത്ത കഥയാണത്. അപ്പം ബേസിക്കലി അപ്പം നമ്മളിത് കേട്ടപ്പോൾ നമ്മളാകെ ഡെസ്പായി. കാരണം ഒബ്വിയസ്ലി ആ നാട്ടുകാർ പറയും നിങ്ങൾ കോപ്പി അടിച്ചതെന്നൊക്കെ ഉറപ്പായിട്ടും പറയും. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ ലക്ഷ്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലീസ് അറിഞ്ഞു ഡിസംബറിലാണ്. അമീർ ഖാൻ്റെ എല്ലാ പടങ്ങളും റിലീസ് ഡിസംബറിലായിരിക്കും. അപ്പോൾ ഈ ഡിസംബറിന് മുമ്പിൽ നമുക്ക് ഇത് ചെയ്യാം. കാരണം നമ്മൾ ജൂൺ ജൂലൈയിൽ എന്തോ ഷൂട്ട് തുടങ്ങിയത്. നമുക്ക് പറ്റുമായിരുന്നു ഒരു 2 മന്ത്സ് ഷൂട്ട്, ഒരു 2-3 മന്ത്സ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബേസിൽ ഭയങ്കര സ്പീഡിൽ പോയി. പക്ഷെ പെട്ടെന്ന് ഈ എന്തോ ചെയ്തിട്ടാണെന്നറിയില്ല, ഈ വാമിക ഗബിയുടെ കണ്ണിനെന്തോ പറ്റി. കണ്ണിന് മണ്ണ് എന്തോ അലർജി റിയാക്ഷൻ സംഭവിച്ചു. വാമിക അങ്ങ് പോയി. ആ 2 വീക്സ് ടൈം റെസ്റ്റിന് പോയത് അതൊരു 1.5 മന്തായിപ്പോയി. അപ്പോൾ നമ്മുടെ ഈ പ്ലാനൊക്കെ തെറ്റി. പിന്നെ ഞങ്ങളെല്ലാം ആലോചിച്ച് ബേസിൽ വിളിച്ച് പറഞ്ഞു, രക്ഷ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ അവരെ ഒന്നും കോപ്പി ചെയ്തിട്ടില്ല, നമ്മൾ അവർ ചെയ്യുന്നത് അറിഞ്ഞിട്ട് പോലുമില്ല. പിന്നെ അത് നമുക്കറിയുന്ന ഫോഗാട്ട് സിസ്റ്റേഴ്സ് കോമൺവെൽത്തിലൊക്കെ ചാമ്പ്യനായിട്ടുള്ള ഗീത ഫോഗാട്ടിൻ്റെ കഥയാണ്. അതും നമ്മളുമായിട്ട് ഒരു വുമൺ അത്ലറ്റിൻ്റെ കഥയാണ്. അങ്ങനെയുണ്ട്, അതൊരു വുമൺ അത്ലറ്റാണ്, നമ്മളതിലും ഒരു വുമൺ അത്ലറ്റ് ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ബേസിലും ഓക്കെ എന്നുള്ള രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയി. ഇല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ഡിസംബറിൽ അതിന് മുമ്പിൽ റിലീസ് ചെയ്യേണ്ട പ്ലാനായിരുന്നു. പക്ഷേ ഡിസംബറിൽ അത് റിലീസ് ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ്ലി വേറെ ഒരു സ്റ്റോറിയും ഒരു സ്റ്റോറി ലൈനും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ മെയിലാണ് റിലീസ് ചെയ്തത്. പക്ഷെ നമ്മളതും നല്ല റിസപ്ഷൻ തന്നെയായിരുന്നു.
നമ്മളിതും ആളുകൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇത് എപ്പോഴും നടക്കുന്നതാണ്, എപ്പോഴും നടക്കും. നിങ്ങൾ നാളെ ഒരു സബ്ജക്റ്റ് ആലോചിച്ചോ, വേറൊരാൾ അതുപോലെ ഒരാളായിരിക്കും, എപ്പോഴും നടക്കും. അതുകൊണ്ട് ഇതിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ സമയത്ത് കുറച്ച് ടെൻഷൻ അടിച്ചു വരുന്നു. പിന്നെ സുൽത്താൻ വരുമെന്നും പറഞ്ഞു, പക്ഷെ സുൽത്താനൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റോറി ലൈനായിരുന്നു. അപ്പം അങ്ങനെ ആ ടെൻഷൻസ് ഒക്കെ അങ്ങനെ അങ്ങ് പോവുകയത്. പിന്നെ തിരാറ്റു ആയിരിക്കും ഇനിയും അടുത്ത ചെയ്യുന്ന പ്രോജക്റ്റ്. തിരാറ്റു അടുത്ത് ചെയ്യുന്ന പ്രൊജക്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു പ്രൊജക്റ്റ് കുറേ കാലമായിട്ട് പെൻഡിങ് ആണ്. അപ്പോൾ അതായിരിക്കും അടുത്തുണ്ടാവുക. തിരാറ്റു ഉടനെ ഉണ്ട്. തിരാറ്റു ധ്യാനും ഞാനും ആയിരിക്കും. വിനീത് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ അതെന്തായാലും തിരാറ്റു എന്തായാലും ഈ വർഷമില്ല, അടുത്ത വർഷമാണ്. ഒരു മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവും, അതിൽ മേജർ സ്റ്റാർ ഉണ്ടാവും. പിന്നെ അതിനു മുമ്പേ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന അത് ധ്യാനായിരിക്കും ഡയറക്റ്റ് ചെയ്യുക. തിരാറ്റു ധ്യാൻ ഡയറക്റ്റ് ചെയ്യുന്നു, ഞാൻ എഴുതുന്നു എന്ന രീതിയിലാണ്. അതിനു മുമ്പ് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സംഗതി ഈ വർഷം എൻഡിലുണ്ടാവും. അത് ഇപ്പം പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ചില കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് മുടങ്ങിപ്പോയ പ്രോജക്റ്റ് തന്നെ അത് കംപ്ലീറ്റ്ലി അതായിരിക്കില്ല, കംപ്ലീറ്റ്ലി ഒരു വേറെ രീതിയിൽ ഉള്ളൊരു പ്രൊജക്റ്റ് ആയിരിക്കും. ആ ഒരു പ്രോജക്റ്റ് മുടങ്ങിപ്പോകാനുള്ള റീസൺ എന്തായിരുന്നു? മുടങ്ങിപ്പോകാനുള്ള റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് കൊറോണയാണ്. അതായത് കൊറോണ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തി, അങ്ങനെ നടത്തി, ഇങ്ങനെ നടത്തി. പിന്നെ എന്താ പറയുക, ഒരു 1.5 വർഷം കൊറോണ കൊണ്ടുപോയി. പിന്നെ അതിൽ ചില സബ്ജക്റ്റ് വൈസ് ചില പ്രശ്നങ്ങൾ സംഭവിച്ചു. അത് റീവർക്ക് ചെയ്തപ്പോഴത്തേക്കും മൊത്തത്തിൽ കുറച്ച് ബേസിക്കലി പ്യുവർലി ടെക്നിക്കലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചു അതിൽ. അപ്പോൾ അതങ്ങനെ തൽക്കാലത്തേക്ക് അതൊന്നും മാറ്റി വെച്ച് അതിൽ നിന്ന് വേറൊരു പുതിയൊരു സാധനം ചെയ്യാം എന്നുള്ള രീതിയിൽ വരികയാണ്. ഇനി അടുത്ത ചെയ്യുന്നത് ജോണർ എന്തായിരിക്കും? അടുത്ത ജോണർ എന്ന് പറഞ്ഞാൽ മിസ്റ്ററി ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ മൃദുൽ നായറിന് വേണ്ടിയിട്ട് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ചിലപ്പോൾ ഹിന്ദി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഏകദേശം സബ്ജക്റ്റ് ആയിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ഫണ്ണായിരിക്കും. അത് അങ്ങനത്തെ ഒരു സംഗതി മൃദുലിന് വേണ്ടി പ്ലാൻ ചെയ്തു. മൃദുലായിരിക്കും ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ വർഷം എൻ്റെ ഡയറക്ഷൻ പരിപാടിയുമുണ്ട്. പിന്നെ അടുത്ത വർഷം ധ്യാനിന് വേണ്ടിയിട്ട് എഴുതുന്ന ഈ ധ്യാനും ഞാനും കൂടി ഒന്നിക്കുന്ന തിര ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഈ എഴുതാൻ ശരിക്കും ഏറ്റവും എളുപ്പം ഏതാ? ഇപ്പം ഫൺ എൻ്റർടൈനർ ആയിരിക്കും, അതോ മിസ്റ്ററി ആണോ? എങ്ങനത്തെയാണ് എഴുതാൻ എളുപ്പം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ് എഴുതാൻ ബുദ്ധിമുട്ട്. കാരണം കോമഡി എപ്പോഴും പിന്നെ നമുക്കൊരു എന്താ പറയുക, ആളുകളെ ചിരിപ്പിക്കുക, ആളുകളെ ഇന്നലെ വരെ ചിരിച്ച ആളുകളെ അടുത്ത ദിവസം വേറൊരു ഫ്രഷായ സംഗതികൾ കൊണ്ട് ചിരിപ്പിക്കണം. അപ്പോൾ അതെപ്പോഴും ഒരു റിസ്ക്കാണത്. മിസ്റ്ററി എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ആങ്ഷ്യസ് മൈൻഡ് എപ്പോഴും ഉണ്ടാവും. ചിരി എന്ന് പറയുമ്പം എന്നാൽ നീ കാണിക്കും, ഞാൻ ചിരിക്കട്ടെ എന്നുള്ള ഒരു ചലഞ്ചിങ് മൈൻഡ് ഉണ്ടാവും ഓഡിയൻസിൻ്റെ ഇടയിൽ. നോക്കാം, ആ ഒരു സാധനം ഉണ്ടാവും. ഈ ആങ്സൈറ്റി ഡ്രിവൺ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കുറച്ച് ഈസി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി എല്ലാ ഹ്യൂമൻ ബീയിങ്സും ആങ്ഷ്യസ് ആണ്. എന്ത് സംഭവിക്കും, അയ്യോ എനിക്ക് അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ. പിന്നെ നമ്മളൊരു ട്രാഫിക്കിൽ പോകുമ്പം റോഡ് ബ്ലോക്ക് ആയല്ലോ, ഇനി എന്താ, എനിക്ക് എത്താൻ പറ്റുമോ? ബേസിക്കലി എപ്പോഴും ഹ്യൂമൻ ബീയിങ്സ് കൂടുതൽ ആങ്ഷ്യസ് ആണ്. ഈ ആങ്സൈറ്റി ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഏത് സബ്ജക്റ്റിനും കുറച്ചും കൂടി ഈസിയാണ്. ആ രീതിയിൽ ഈസി എന്നല്ല, ഞാൻ കമ്പാരിറ്റീവ്ലി പറഞ്ഞതാണ്. പിന്നെ ഹ്യൂമർ എപ്പോഴും കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെപ്പോഴും ഒരു പിടുത്തം ഉണ്ടാകും. നോക്കട്ടെ, ചിരിപ്പിക്കുന്നത് നോക്കട്ടെ, നീ ചിരിപ്പിക്ക് എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. അപ്പം ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ബേസിക്കലി കുറച്ചും കൂടി ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. മറ്റേത് കുറച്ചും കൂടി ഈസിയാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ കമ്പയർ ചെയ്യാൻ അതെ, അത് കുറച്ച് ഈസിയാണെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി. ഈ ബേസിലിൻ്റെ കാര്യം എടുത്താലും വിനീത് ശ്രീനിവാസൻ്റെ കാര്യം എടുത്താലും രണ്ടുപേരുടെയും രണ്ട് ഗ്രാഫിന്
ഒരു ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് രാകേഷ് ചേട്ടൻ. ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല, ഒരു ഭാഗമായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പറയാം. ഇപ്പം രണ്ടുപേരുടെ ഇപ്പം ആക്ടിങ് കരിയർ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് എക്സ്ട്രീമാണ്. ഇപ്പൊ വിനീതേട്ടന്റെ കോമഡി നമ്മൾ ഒരുപാട് കണ്ടു, അതിന്റെ ഇടയ്ക്കായിരുന്നു നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്നുള്ള സിനിമ വന്നത്. അതിനുശേഷം വീണ്ടും ഇതിലൂടെ വീണ്ടും ചിരിപ്പിക്കുന്നു. ബേസിലാണെങ്കിലും ഗോദയുടെ ടൈമിൽ ആക്ടിങ്ങിലോട്ട് ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. അതിനുശേഷം ആക്ടിങ്ങിൽ ഫുൾ ഓൺ, ഇപ്പം ഫുൾ ആക്ടിങ് മാത്രമായിരുന്നു ലാസ്റ്റ് ഒരു 2 years. ഇപ്പൊ പൊന്മാനിൽ വരെ എത്തി നിൽക്കുന്നു. പൊന്മാനിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇവരുടെ രണ്ടുപേരുടെയും ഈ ഒരു ആക്ടിങ് ഗ്രോത്തിനെ പറ്റി എന്താ തോന്നിയിട്ടുള്ളത്? ആക്ടിങ് ഗ്രോത്ത് വെച്ചാൽ ബേസിലിൻ്റെ ആക്ടിങ് ഗ്രോത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസും സന്തോഷമുണ്ട്. കാരണം അവൻ പെട്ടെന്നാണ് ആ ആ ക്രക്സ് അവന് കിട്ടിയത്, ആ ഒരു ഐറ്റം അവന് കിട്ടിയത്. കാരണം അവനിപ്പം മര്യാദയ്ക്ക് അഭിനയിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഇപ്പം ഗോദയിലും ഒരു കുഞ്ഞു വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ അവൻ പലതും ചെയ്തിട്ടുണ്ട്. അപ്പം അവനൊരു സീരിയസ് ആയിട്ടൊരു ത്രൂ ഔട്ട് വേഷമൊക്കെ ചെയ്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത കാലത്താണ്. അതായത് എനിക്ക് തോന്നുന്നു ജാനമൻ ഒക്കെ അല്ലേ ജാനമൻ്റെ ഒക്കെ ജാനമൻ്റെ മുമ്പേ 1-2 പടം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ അവന് ആ ആക്ടിങ് അത് അവന് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അത് അവന് കിട്ടുന്നതോടൊപ്പം തന്നെ ഓഡിയൻസിനും അവനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു മാജിക്കൽ മൊമെൻ്റ് അവിടെ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് അഭിനയിച്ച് തുടങ്ങും, പക്ഷേ പ്രേക്ഷകർക്ക് അപ്പോഴും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവന് അഭിനയത്തിൻ്റെ ആ ഒരു സൂത്രം കിട്ടിയ ആ മൊമെൻറ്റിൽ തന്നെ ഇവൻ ബേസിലിനെ ആളുകളും ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നുള്ളതാണ് ബേസിലിൻ്റെ ഒരു മാജിക് അവിടെ സംഭവിക്കുന്നത്. ബേസിലിനെ സംബന്ധിച്ച് വിനീതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ വിനീത് സൈക്കിൾ മുതലാണ് വിനീതിൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ വിനീത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. വിനീത് എപ്പോഴും ഡയറക്ഷനും പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ചോയ്സ്. പക്ഷെ പിന്നീട് പോകെ അവൻ ചാപ്പാക്കുരിശിലൊക്കെ അഭിനയിച്ച സമയത്തും കുറച്ചും കൂടി സീരിയസ് ആയി. പക്ഷേ വിനീതിൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത് വിനീത് ഇങ്ങനെ മെല്ലെ ഇവോൾവ് ആയ ഒരു ആർട്ടിസ്റ്റാണ്. ബേസിൽ പെട്ടെന്ന് ആ ഒരു ഗ്രാഫിലേക്ക് എത്തി. ആ അഭിനയത്തിലായാലും പല കാര്യത്തിലായാലും ബേസിൽ പെട്ടെന്നൊരു ഗ്രാഫിലേക്ക് എത്തി. വിനീത് മെല്ലെ ഇവോൾവായി ഇമ്പ്രൂവ് ചെയ്ത് വന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ വിനീതിൻ്റെ ഇപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ ഒരു ജാതകം എടുക്കുമ്പോൾ അവൻ തുടങ്ങിയെടുത്തുനിന്ന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവൻ ഒരുപാട് മാറിയിട്ടുണ്ട്. അവനൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരുപാട് ചേഞ്ചസ് അവന് സംഭവിച്ചിട്ടുണ്ട്. ഒരു ബ്രില്യൻറ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അവൻ മാറിയിട്ടുണ്ട്. അവൻ കുറച്ച് സമയമെടുത്തു. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ അവൻ്റെ പ്രയോറിറ്റി കാരണമായിരിക്കാം. അവൻ ഡയറക്ഷനാണ് അവൻ്റെ പ്രയോറിറ്റി. ബേസിൽ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഈ ജാനമനൊക്കെ സംഭവിച്ചപ്പോൾ ബേസിൽ ചിലപ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഓക്കെ ഐ ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ള ഒരു സാധനം അവൻ്റെ ഉള്ളിൽ അടിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് അവൻ പെട്ടെന്ന് അവൻ്റെ ഒരു ഇവോൾവിങ് പീരീഡ് എന്ന് പറയുന്നത് ഷോർട്ടർ ടൈമായിരുന്നു. അതിനുള്ളിൽ അവനിപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ഉഗ്രൻ പെർഫോമൻസുകളാണ്. ഇപ്പോൾ റീസെൻ്റ്ലി പ്രാവൻകൂട് ഷാപ്പ്, പൊന്മാൻ, അവനൊരു മികച്ച ആർട്ടിസ്റ്റായിട്ട് വളരെ ഉണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ ഡ്യൂ ആണ്. അപ്പോൾ അതിങ്ങനെ അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അടുത്തൊക്കെ വരിക. ആക്ടിങ് തൽക്കാലം ബേസിലൊന്ന് പോസ് ചെയ്യുന്നതാണ് കേട്ടത്. കാരണം വെച്ചാൽ അവൻ്റെ ഒരു സാധനം വരാനായി. വെയിറ്റ് ചെയ്യുന്നുണ്ടോ രണ്ടുപേരുടെയും ഡയറക്ഷൻസ് അടുത്തത് കാണാൻ? പിന്നെ ഇപ്പം വിനീത് ഇപ്പം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. വിനീത് എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിലൊക്കെ ഷൂട്ട് ചെയ്യും. അവൻ ഇന്ന് അവൻ ജോർജിയയിലേക്ക് പോയി. അതായത് അവൻ്റെ പ്രീ പരിപാടികളൊക്കെ ആയിട്ട് ജോർജിയയിലാണ് മേജർ പോർഷൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെത് ഇപ്പം നടക്കും. ബേസിലിൻ്റെ എനിക്ക് തോന്നുന്നു സ്റ്റിൽ പ്ലാനിങ്ങിലാണ്. പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ വർഷമോ അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിലോ ബേസിലും നടക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചുറ്റുമുള്ള ആളുകളായതുകൊണ്ട് നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഹാപ്പിയാണ്. നേരത്തെ ചേട്ടൻ പറഞ്ഞില്ലേ വിനീതേട്ടൻ്റെ സിനിമകളിലെ കുറച്ച് കളിയാക്കുന്ന പോലെ ആയാലും പറഞ്ഞല്ലോ. അപ്പോൾ കൂടുതലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് ട്രോളുകൾ കാണുന്നുണ്ട്. വിനീതേട്ടൻ്റെ സിനിമകൾ കുറച്ച് ക്രിഞ്ചാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഹൃദയത്തിലെ ഇപ്പോൾ പൊട്ടിൻ്റെ ആണെങ്കിലും മുടി അഴിച്ചിടുന്നാണെങ്കിലും അതിൽ വർഷങ്ങൾക്ക് ശേഷത്തിലാണെങ്കിലും കുറച്ചിങ്ങനെ
കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട് അതൊരു ക്രിഞ്ച് ടൈപ്പ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്നത് തന്നെ തട്ടത്തിൻ മറയത്ത് പോലുള്ള സിനിമകള് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വിനീതാണ്ട് ഈ ഒരു ഡയറക്ഷൻ സൈഡ് നോക്കുമ്പോൾ ഈ ക്രിഞ്ച് എന്ന് പറയുന്ന അതിനെ എങ്ങനെയായിരിക്കും ചേട്ടൻ നോക്കി കാണുന്നത്? അവൻ്റെ ക്രിഞ്ച് ഇപ്പോൾ ക്രിഞ്ച് എന്ന് പറയുന്നത് ബേസിക്കലി റിലേറ്റീവ് ആണ്. ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അത്, ചിലർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ പൊട്ട് തൊടുന്ന പരിപാടിയൊക്കെ ഈ പിന്നെ ഈ തട്ടത്തിന് മറയാത്ത സമയത്തൊക്കെ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ റിപ്പീറ്റായി തോന്നാം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വിമർശിച്ചവനാണ്. അതായത് തട്ടത്തിന് മറയത്തെ ക്യൂബ് ചെക്കിങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ ഭയങ്കര വിഷമിച്ച് ഇവൻ പോയി കളഞ്ഞു, ഓടിക്കളഞ്ഞു. എന്നിട്ട് പിന്നെ ദിവ്യ വിളിച്ചു കൊണ്ടുവന്ന് ഈ ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി അന്ന് വിനീതിൻ്റെ കാമുകയായിരുന്നു. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് വിമർശിച്ചത് ഇവൻ്റെ ക്രിഞ്ചൊക്കെ. ഇവൻ്റെ ഒരു ക്രിഞ്ച് എനിക്ക് ഇഷ്ടപ്പെടാൻ അതിലെന്ന് വെച്ചാൽ ഈ നിവിൻ പോളി പിന്നെ ഇഷാ തൽവാറിനെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വൈഡ് ഷോട്ടിൽ ഇവൻ്റെ മുണ്ടും ലുങ്കി കഴിഞ്ഞ് ഇവൻ ട്രൗസറിൽ നിൽക്കുന്ന ഒരു സാധനമുണ്ട്. ഞാൻ അന്നേ പറഞ്ഞതാണ് ഇത് ക്രിഞ്ചാണെന്ന്. സമ്മതിച്ചില്ല, ഇത് ഓഡിയൻസ് വർക്കാവെന്ന് പറഞ്ഞപ്പോൾ ഓഡിയൻസ് ചിരിക്കുകയും ചെയ്ത്. അവൻ്റെ ജഡ്ജ്മെൻ്റ് ആയിരുന്നു കറക്റ്റ്. പക്ഷേ എനിക്കത് ക്രിഞ്ചായി തോന്നിയിരുന്നു, സമ്മതിച്ചില്ല. എന്നിട്ട് ഇവൻ ഈ അടുത്ത കാലം വരെ ഞാനൊന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അന്ന് എന്നെ പറ്റി കുറ്റം പറഞ്ഞില്ല അങ്ങനെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അത്രയേ ഉള്ളൂ, ക്രിഞ്ച് നിങ്ങൾക്ക് ക്രിഞ്ചായി തോന്നുന്നത് എനിക്ക് ചിലപ്പോൾ ക്രിഞ്ചായി തോന്നണമെന്നില്ല. അപ്പം പക്ഷേ ഇവൻ എവിടെ നിന്നാണ് ഈ ക്രിഞ്ചൊക്കെ ഒപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ പൊട്ട പെൺകുട്ടി, പിന്നെ മുടി അയച്ചിട്ട പെൺകുട്ടി, അത് എനിക്ക് തോന്നുന്നു ഇവൻ ചെറുപ്പത്തിൽ ഭയങ്കര ലോലനായിരുന്നു. അപ്പം 5ാം ക്ലാസ് മുതൽ ഇവൻ പ്രണയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവൻ. ഇപ്പം പിന്നെ ദിവ്യയിലെത്തിയപ്പോഴാണ് അതെല്ലാം നിന്നത്. അത് ഇവൻ്റെ കഴിവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ദിവ്യയുടെ കഴിവായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ലോലൻ ആയിരുന്നു ഇവൻ, ഈ ലോല പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കയറി വന്ന സംഗതികളായിരിക്കും ഈ പൊട്ട്, ഈ മറ്റേ മുടി അഴിച്ചിടുക, അത് എവിടുന്നെങ്കിലും ആ ഏരിയയിൽ നിന്ന് കിട്ടിയതായിരിക്കും. അതെ അതെ. അപ്പോൾ അത് അടുത്ത പടത്തിൽ എന്തായാലും ഉണ്ടാവില്ല, കാരണം അടുത്ത പടം ത്രില്ലറാണ്. അതിലെന്തായാലും അവൻ്റെ ക്രിഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ആശ്വസിക്കാം, അപ്പോൾ ക്രിഞ്ച് ഉണ്ടാവില്ല. ധ്യാൻ ചേട്ടൻ്റെ അടുത്ത് ഇനി ഒരു ഡയറക്ഷൻ സൈഡ് തിരാറ്റു തന്നെ ആയിരിക്കും? അല്ല, ധ്യാന് ആ തിരാറ്റു ഉണ്ട്. ധ്യാൻ ആക്ച്വലി ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ കഴിഞ്ഞ ദിവസം കേൾപ്പിച്ചിരുന്നു. അതൊരു മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് തന്നെയാണ്. അത് ആക്ച്വലി ഒരു ബ്രില്യൻസ് സിനിമയാണത്. അത് ഓൾമോസ്റ്റ് ഏകദേശം അവൻ്റെ മൈൻഡിലെല്ലാം ഉണ്ട്, ആ സിനിമ മൊത്തം ഉണ്ട്. സത്യം പറഞ്ഞാൽ ധ്യാന് വിചാരിച്ചു കഴിഞ്ഞാൽ, ധ്യാനം വിചാരിക്കാത്തതാണ് ധ്യാൻ്റെ പ്രശ്നം. ധ്യാനം വിചാരിച്ചു കഴിഞ്ഞാൽ എണ്ണം പറഞ്ഞ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും. അവൻ്റെ മൈൻഡിൽ തന്നെ കുറേ സിനിമകളുണ്ട്. കഴിഞ്ഞ കുറച്ച് മുമ്പേ അവനൊരു എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ആ സിനിമ ഒരു ബ്രില്യൻ സിനിമയായിരിക്കും. അതൊരു ചിലപ്പോൾ അതായിരിക്കാം ഫസ്റ്റ്, അല്ലെങ്കിൽ തിരാറ്റു ആയിരിക്കാം. പക്ഷേ മിക്കവാറും അത് നടക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം അത് ഏകദേശം സ്ക്രിപ്റ്റൊക്കെ അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ടു എൻഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതായിരിക്കും. ഈ ഒരു ജാതി ജാതകത്തിൻ്റെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പ്രീ റിലീസ് പ്രൊമോഷൻസ് കുറവായിരുന്നല്ലോ. അത് അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിച്ചതായിരുന്നു? ആഫ്റ്റർ റിലീസ് ആയിരുന്നു കുറച്ചും കൂടെ പ്രൊമോഷൻസ് ഉണ്ടായിരുന്നത്? പ്രീ റിലീസ് ആക്ച്വലി പിന്നെ ഞങ്ങൾ പ്രൊഡക്ഷൻസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഇതിൽ ഫേസ് ചെയ്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ റിലീസ് സമയത്ത്. അപ്പോൾ പെട്ടെന്നാണ് എല്ലാം പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ആക്ച്വലി ഒരു 10 ദിവസം മുമ്പാണ് റിലീസ് പ്ലാൻ ചെയ്തത്. പിന്നെ ഈ 10 ദിവസമാണ് ഞങ്ങളെ മുമ്പിലുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ടാണ് അതൊക്കെ പറ്റിപ്പോയത്. ഇനി ഞങ്ങളതൊന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, കാരണം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. എല്ലാവരും ഭയങ്കര, പിന്നെ തിയേറ്ററിൽ പോകുന്ന ആളുകളെല്ലാം ചിരിച്ച് സ്റ്റാർട്ട് ടു എൻഡ് ആ ഒരു ഫൺ റൈഡ് എന്ന രീതിയിൽ അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പല തിയേറ്ററുകളിലും വിസിറ്റ് ചെയ്തു, ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ആയിട്ട്. തിരുവനന്തപുരം, കൊല്ലം, പിന്നെ കൊച്ചി, അല്ല പല തിയേറ്ററുകൾ, ആലപ്പുഴ, പല തിയേറ്ററുകളിൽ. അപ്പോൾ ഇവിടെ എല്ലാ ആളുകൾ ചിരിക്കുകയാണ്. ഞങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ അവസാനം കുറച്ച് ഇടനേരത്തൊക്കെ അവിടെ പോയിരിക്കും. അപ്പം നോക്കുമ്പോൾ ഇവരെല്ലാവരും ചിരിച്ച്, ഇവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനി അതിൻ്റെ ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഹാപ്പിയാണ്. അതെ, ഞങ്ങൾ ഹാപ്പി. സിനിമ തിയേറ്ററിൽ കണ്ടു, ഒരുപാട് പറഞ്ഞ പോലെ നിങ്ങൾ മാക്സിമം ആളുകളൊക്കെ എത്തിക്കുക ഉറപ്പായിട്ടും.
തുടക്കം തൊട്ട് അവസാനം വരെ കുറെ നാളുകൾക്ക് ശേഷം ത്രൂ ഔട്ട് ചിരിക്കാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു. അങ്ങനെ നിറയെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ചിരിക്കുക എന്ന് പിന്നെ അതിനപ്പുറത്തേക്ക് അതിൽ ഒളിപ്പിച്ച് വെച്ച ചില കാര്യങ്ങൾ ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം. കാരണം ഇതൊന്നും മഹത്തരമായ കാര്യമല്ല, ഈ ബോഡി ഷേമിങ് ഒന്നും മഹത്തരമായ കാര്യമല്ല എന്നാണ് നമ്മൾ എൻഡ് ഓഫ് ദ ഇതിൽ പറയുന്നത്. അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം, ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും, ഒരുപാട് സംസാരിക്കാൻ പറ്റിയ സിനിമയെ പറ്റിയും അല്ലാതുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കാൻ പറ്റിയപ്പോൾ ഒരുപാട് സന്തോഷം. അടുത്ത സിനിമ ഇപ്പം വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഡയറക്ഷൻ സൈഡ് ആണെങ്കിലും എഴുത്തും എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. കാണാം.